രത്നമഹൽ. രത്നമഹൽ 7 രൂപയാവും. 7 രൂപയോ? അങ്ങ് താജ്മഹലിൽ പോകാനല്ല. ദാണ്ട് ഇവിടെ രത്നമഹൽ. ഈ സാധനം എന്താ ഭംഗിക്ക് വെച്ചിരിക്കുക? എന്താ നന്നാകാത്തെ? അതിപ്പോ നിങ്ങൾ അറിഞ്ഞു പറഞ്ഞില്ലേ, അവിടെ വരെ പോകാൻ 7 രൂപയാവും. അയ്യടാ, 3 രൂപ കൂടുതൽ 10 പൈസ തരത്തില്ല. വണ്ടി എടു. ഒരു ലോറിക്കുള്ള സാധനം കൊണ്ട് 3 രൂപയ്ക്ക് പോകാനേ വേറെ ആളിനെ നോക്കണം. ഒരു മൂന്നുണ്ടോ കൂട്ടിത്താവാങ്ക്? ചുമ്മാതല്ലേ ഇവറ്റോളൊന്നും ഗുണം പിടിക്കാത്തത്. രാവിലെ തന്നെ ഓട്ടോക്കാരനായിട്ട് അല്ലേ, ആ ലോഡ്ജ് വരെ പോകാൻ ഓട്ടോയുടെ വില അവൻ ചോദിക്കുന്നേ. അത് നടന്നു ദൂരല്ലേ ഉള്ളൂ. എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെയാ. എന്നാ നടക്കാം. എന്റെ പെട്ടി എവിടെ വെച്ചിട്ട് പെട്ടി? അയ്യോ സോറി കേട്ടോ. ഇതൊന്നും എടുത്തോളാവോ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അല്ല, രാവിലെ ഇത് എവിടെ പോയിട്ട് വരിക? പോസ്റ്റ് ഓഫീസ് വരെ. ആഹാ, അപ്പൊ സമ്പാദ്യമൊക്കെ ഉണ്ടല്ലേ? കുറെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും. അതാണ് എന്റെ സമ്പാദ്യം. ഓരോ മാസവും വീട്ടിലെ ചെലവിനുള്ള കാശ് അയക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. മകൻ പട്ടണത്തിൽ ഏതോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാവ അമ്മ ധരിച്ചിരിക്കുന്നു. ഞാനെന്തിനാ ഇതെല്ലാം പറഞ്ഞ് രത്നയെ വെറുതെ ബോറടിപ്പിക്കുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നത് നല്ലതല്ലേ? അത്രയും സമാധാനം കിട്ടുമല്ലോ. ഇതെല്ലാം മാറി നല്ല സമയം വരുമെന്നേ. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാ. ശരിയാവുമായിരിക്കും അല്ലേ? പിന്നെ Well, that's my privilege. No, there is absolutely no reason for that. I have made every arrangement. Your visa and fresh passport will be ready by next week. It's my pleasure, sir. Okay, thank you. See you. Bye. ഒരു സായിപ്പായിരുന്നു, പുള്ളിക്കാരന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയെന്ന്. വെൽ മിസ്റ്റർ സേതു, എക്സ്ക്യൂസ് മീ. ഹലോ, ഗ്യാസ് മാത്യു ഹിയർ. അയ്യടാ, കമാലാന്നോ? എപ്പോ ലാൻഡ് ചെയ്തായിരുന്നു? ആണോ? ഓ, അതൊന്നും വേണ്ടായിരുന്നു. എപ്പോഴാ? നാളെയോ? ഓ, എങ്ങോട്ട് പോകാനാടാവേ? ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ശരി, ഓക്കെ, റൈറ്റ്, ബൈ. ഞാൻ ദുബായ്ക്ക് വിട്ടൊരു പാർട്ടിയാ, കമാലുദ്ദീൻ. ഇപ്പൊ വലിയ പൊസിഷനില്ല. ടിവിയോ VCRോ ഏതാണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. നല്ല കൊച്ചനാ. ഇനി നമ്മുടെ കാര്യം. നാളെ ബോംബെ നിന്നും പാർട്ടീസ് എത്തും. ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. അതൊക്കെ വെറും ചടങ്ങല്ലയോ. എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ. പിന്നെ റോയ് വന്ന് 1-2 പേപ്പേഴ്സ് സൈൻ ചെയ്ത് തരേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. പിന്നെ പണത്തിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, 10,000. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ എന്തായി പറയുന്നത്? എടാ, ഒരു മോട്ടോർ മെക്കാനിക്കായി ഞാൻ AC മെക്കാനിക്കിന്റെ വേക്കൻസിയിൽ ചെന്ന് പെട്ടിട്ട് അവിടെ എന്ത് ചെയ്യാനാ? രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടേ. ഈ സ്പാനറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. AC-യുടെ താമ്പ കുറച്ച് ചെറുതായിരിക്കും. എവിടുന്നെങ്കിലും ഒരു AC പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞാ ഞാന്. അതിന് പണ്ടേ നീ വേന്ദ്രനാണല്ലോ. അതുപോട്ടെ, ഈ കാര്യത്തിലേക്ക് അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ടാവും. അവിടെ ചെന്ന് പറ്റിയാ നീ പഴിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. അതല്ലടാ, ഈ 10,000 രൂപ എവിടെ നിന്നുണ്ടാക്കും? എങ്ങനെയെങ്കിലും ഉണ്ടാക്കാന്നേ. അവർക്ക് 60 വയസ്സുണ്ടായിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയോത്ഗ്രഥന സമിതിയുടെ സമ്മേളനം ഇന്ന് മദിരാശിയിൽ ആരംഭിച്ചു. ഏഷ്യൻ അഭയാർത്ഥികളെ ഒഴിച്ചുമാറ്റുന്നതിന് ഒരു അമേരിക്കൻ സൈനിക വിമാനം അമ്മാനിൽ എത്തിയിട്ടുണ്ട്. ലൈബീരിയയിൽ കലാപകാരികളുടെ നേതാവ് ചാൾസ് ടൈലർ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 11ാം ഏഷ്യൻ ഗെയിംസ് ഇന്ന് ബീജിംഗിൽ ആരംഭിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. ഹലോ 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 ഹലോ, കട്ടായി. ആരാ വിളിച്ചെന്ന് പറഞ്ഞോ? ആരാ വിളിച്ചെന്ന് പറഞ്ഞോന്ന്? പണ്ടാറടങ്ങാൻ അതൊന്ന് പോയി തുപ്പിട്ട് വാ. ആരാണെന്ന് പറഞ്ഞില്ല. എപ്പം മുറുക്കാൻ വൈകിട്ടല്ലോ അപ്പൊ തുടങ്ങും ബെല്ലടിക്കാൻ. എന്നാ പിന്നെ നിർത്തിക്കൂടെ? ഏത് നേരം നോക്കിയാലും വല്യമ്മമാരോട്ട് ഞെഞ്ഞെന്ന് കാണിച്ചോണ്ടിരിക്കാതെ. ചെറുപ്പത്തിലെ മുത്തശ്ശിയുടെ കിട്ടിയതാ, പിന്നെ അതങ്ങ് ശീലായി. ആണാ? നല്ല സ്വഭാവം. മുത്തശ്ശിക്ക് പറഞ്ഞ നല്ലൊന്നും പഠിപ്പിച്ചിരാൻ തോന്നിയില്ലോ. ഒന്നുമില്ല. എടോ, തന്നെ പോലത്തൊരു പെൺകുട്ടിക്ക് ചേർന്നതല്ല ഈ സ്വഭാവം. മനസ്സിലായോ? താൻ ഇതൊന്ന് ഒഴിവാക്കിയല്ലേ. എടോ, ഇതിലും നന്നായിരിക്കടോ തന്നെ കാണാൻ. പിന്നെ തമാശയായിട്ട് പറഞ്ഞൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ?
എന്താ? ഒന്നുമില്ലെന്നേ. പിന്നെന്താ? ഏ? പോടാ. ഇതാ. വരണപ്പാ, ബഹളം ഉണ്ടാക്കല്ലേ, എന്ത് ഫോണാണ്? ഹലോ, രത്നമഹാളാണ്. ആര്? സേതുവാ? ഉണ്ടല്ല, വിളിക്ക. സേതു, സേതു, സേതുവേ. ആ കിടന്ന് കീറാതറോ, ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? കീറാനിത് പിറകാണ്, ഫോണാണ്. ഇതാ നിനക്കൊരു കാളുണ്ട്, ദേ വന്ന്. ഹലോ, അതെ. മാത്യുവോ? 1 സെക്കൻഡ്. എന്തായി? റെഡിയായ? എപ്പോ പോകാൻ പറ്റും? അടുത്ത് തന്നെ പറക്കാവുന്നേ. വേറെ എന്നാ ഉണ്ട്? അപ്പഴേ മറ്റേ 10,000 തികച്ചും മറ്റന്നാ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എവിടെ നിന്ന് കൊടുക്കാനാ മാത്യു? കുറച്ചുകൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ. അയ്യോ, അത് നടക്കല. പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ലേ, അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട. അയ്യോ, അത് പറ്റില്ല. ഈ ട്രിപ്പിൽ തന്നെ പോണം. എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിച്ചേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനും റോയും കൂടി നാളെ അങ്ങോട്ട് വരാം. ഓ, ഓക്കെ. എടാ, നിന്റെ ഈ ഒരു ടെൻഷൻ കാണുമ്പോഴാ ബഹ്റൈനിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചാകാൻ പറ്റുമോ? ഒരു 4,000 രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഭംഗിയായി നടന്നേ. അപ്പം ബാക്കി 6,000 രൂപയ്ക്ക് എന്ത് ചെയ്യും? അതൊക്കെ ഉണ്ടാക്കാന്ന്. എങ്ങനെ ഉണ്ടാക്കുമെന്ന്? എടാ, ഞാൻ ചേർന്നിരിക്കുന്ന ചിട്ടി ഉണ്ടല്ലോ, നമുക്ക് അത് പിടിക്കാം. അത് വേണ്ട, നിന്റെ പെങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചേർന്നിരിക്കുന്നല്ലേ. അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ. ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിന് ഒരിക്കലും നടന്നു വരില്ല. അത് വേണ്ട. നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ബാക്കി 4,000 ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേ. നീ ഇത്രയും പാടുപെട്ടിട്ട് എന്നെ അയക്കാന്ന് പറയുമ്പോ ആഹാ, ചുമ്മാതാണോ? എടാ, നീ അവിടെ ചെന്നൊന്ന് പച്ച പിടിക്കുമ്പോഴേക്കും എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാനും എത്തില്ലേ. ഇനിയിപ്പോ ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് അവിടെ എന്ത് ജോലി കിട്ടാനാ? നിനക്കാണെങ്കിലും ടെക്നിക്കൽ ട്രേഡിംഗിലും അറിയാം. ആരാ? എടാ, ബിനോയാണ്. വല്ല കോളും കാണും. വാ. എന്താ ബിനോയ്, എന്താ കേസ്? എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് വേണം. ആരെ തല്ലണം? തല്ലും പിടിയൊന്നുമല്ല, ഈ വണ്ടിയെ ചെന്ന് ഒരു പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരണം. പറ്റൂ? എന്താ? എത്ര രൂപ തരും? 2,000 രൂപ തരും. അത് പറ്റത്തില്ല. ഒരു 4,000 രൂപ തന്നാൽ സംഗതി ഞങ്ങൾ ഏറ്റു. തരാം. അതവിടെ നിൽക്കട്ടെ. ഏതാ പെണ്ണ്? അതെന്തിനാണ് നമ്മൾ അറിയുന്നത്? ഒറ്റയടിക്ക് കാശ് കിട്ടുന്ന കേസാ. നീ കിടന്ന് പിടയ്ക്കാതെ എന്താ ഏതാന്നറിയാതെ എങ്ങനെയാ കയറി കേൾക്കുന്നത്? ബിനോയ്, കാര്യം തെളിച്ചു പറ. ഇതാ പെണ്ണ്. ഇത് ഭരതമേന്റെ മാളല്ലേ? അതെ, കോൺവെന്റ് റോഡിലുള്ള മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു കൊണാപ്പുണ്ടല്ലോ, അവിടെ അവള് വരും 5 മണിക്ക്. നടക്കില്ല ബിനോയ്. എടാ, ഒറ്റയടിക്ക് വിസയുടെ കാശ്. നീ ഒന്ന് ചുമ്മാരുന്നേ. പണം പോരാഞ്ഞിട്ടാണേ പറ. ഇല്ല, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ബിനോയ്, സ്ഥലം വിട്. നീ ഒറ്റ ഒരുത്തൻ കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റിപ്പോയത്. ഗൾഫിൽ പോകാനുള്ള കാശ് സുഖമായിട്ട് കിട്ടിപ്പോയനെ. അങ്ങനെ ചേരുന്നെങ്കിലേ പോക്ക് ഗൾഫിലേക്കല്ല, സെൻട്രൽ ജയിലിലേക്കായനെ. അതിപ്പോ ചെയ്താൽ തന്നെ നമ്മളാണെന്ന് ആരറിയും? അയ്യടാ, ആ പെണ്ണിന് കണ്ണു മൂക്കൊന്നുമില്ല. അയ്യാടാ, കണ്ണും എന്താടാ വകന്തകളെ, ഞാൻ അങ്ങോട്ട് മാറിയപ്പോഴേക്കും തുടങ്ങിയ കച്ചറ. ചാക്കുണ്ണിയേട്ടാ, ഇവന്റെ ഒറ്റ വാക്കുകൊണ്ട് ഇന്ന് പോയതേ രൂപ 4,000. അതേത് വാക്കാണ് വധൂരി? രാവിലെ നല്ലൊരു കോള് കിട്ടിയതാ. ഇവന്റെ പറ്റില്ല എന്നൊരു വാക്ക് കാരണം കംപ്ലീറ്റ് കളി. ഭർത്താവ് എപ്പോഴും പറയണ മാതിരി
ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് വേറെ വഴി നോക്കാമെന്ന്. വേറെ വഴി എന്ത്? ചാക്കോണ്ടേട്ടൻ തരുവോ? തരാവല്ല. രൂപ 4000 അല്ലേ? ആ എന്നാ എന്റെ ഉണ്ടായിരുന്നല്ല, ഇപ്പൊ എങ്ങാട്ട് പോയി? എടാ നശിപ്പുകളെ, എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിടുപ്പ് തീരുമാനം രത്നമ്മയുടെ വായലൊക്കെ കേൾക്കാനും നിൽക്കുവാ. നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നെയ്ക്കലേണത്? എന്ന് വെച്ചാ എടാ രത്നമ്മയുടെ കയ്യിലല്ലേ പൂത്ത പണം ഇരിക്കണത്. പലിശയ്ക്ക് പണം കൊടുക്കലല്ലേ തൊഴിൽ. ബ്ലേഡ് ബ്ലേഡ്. നമ്മൾ ചോദിച്ചാ തരുവോ? നീ ചോദിച്ചാ തരൂല്ല, പക്ഷെ ചോദിക്കേണ്ടവർ ചോദിച്ചാ തരും. അതാരാ? ഉം.